മലയാളികൾ ആറ്റുനോറ്റിരുന്ന എയിംസ് കേരളത്തിന് നഷ്ടപ്പെട്ടു. പകരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന തൃശൂരിനും ആലപ്പുഴയ്ക്കോ മറച്ചു കൊടുത്തിരിക്കുന്നു. എയിംസിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. എയിംസ് ഇന്ന് അനുവദിക്കുകയാണെങ്കിൽ നാളെ സ്ഥലം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ എയിംസ് ആലപ്പുഴയോ തൃശൂരോ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ചു. ഈ തൃശൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലമാണെന്നെങ്കിലും പറയാം. പക്ഷെ ആലപ്പുഴ എന്തുകൊണ്ട് പരിഗണിക്കുന്നു? ആലപ്പുഴ സമരം ചെയ്ത് ഇടതുപക്ഷക്കാർ നശിപ്പിച്ച ഒരു സ്ഥലമാണ്. അവിടെ അങ്ങ് രക്ഷപ്പെടുത്തി കളയാം എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക്. സുരേഷ് ഗോപി എണ്ണന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ BJP തന്നെ മുറുമുറുപ്പുണ്ട് കേട്ടോ. തൃശ്ശൂർ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞ പോലെ എയിംസും ഞാൻ എടുക്കുക. അവസാനം യൂദാസ് പറഞ്ഞ മാതിരിയായി. കളിച്ച് എന്റെ തലയിൽ തന്നെ വരുന്ന ലക്ഷണമാ. 3 വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കുന്ന യേശു പറഞ്ഞല്ലോ. ബാക്കി 11 പേരും ഞാനല്ല പ്രഭു എന്ന് പറഞ്ഞു. അവസാനം 12ാമത്തെ ആള് കളിച്ച് എന്റെ തലയിൽ തന്നെ വരുന്ന ലക്ഷണമാ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറ്റിയതാ മൂപ്പർക്ക് കേട്ടോ യൂദാസിനെ. അല്ലാതെ മണിപ്പൂർ ഒറ്റിക്കൊടുത്താൽ എന്ന് പറഞ്ഞ മാതിരി എയിംസും പോയി. ആദ്യം നിങ്ങൾ കേരളത്തിൽ എയിംസ് തരാൻ തയ്യാറാണെന്ന് ഇപ്പൊ പ്രഖ്യാപിക്കും. നാളെ രാവിലെ 11 മണിക്ക് സ്ഥലം തരും. എവിടെയാണെന്ന് സ്റ്റേറ്റ് പറയും. നിങ്ങൾ ഇന്നിപ്പോ പ്രഖ്യാപിക്കും. ഞാൻ സുരേഷ് ഗോപിയോട് പറയുന്നു, കേരളത്തിന് നിങ്ങൾ എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ പ്രഖ്യാപിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നു, നാളെ രാവിലെ 11 മണിക്ക് ഞങ്ങൾ സ്ഥലം തരും. അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത്ര നിലപാടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2016 പറഞ്ഞ അതേ നിലപാട്. കേരള ഘടകത്തിന് ഒരു നിലപാടേ ഉള്ളൂ. അത് എയിംസ് കേരളത്തിൽ വേണം. BJPക്ക് ഏതായാലും ഇന്ന ജില്ലയിൽ എയിംസ് വേണം എന്നൊന്നുമില്ല. കേരളത്തിൽ ഉണ്ടായാൽ 2016 പറഞ്ഞ അതേ നിലപാട്.